കെ ടി ജലീലിൻ്റെ പ്രസംഗവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ചർച്ചകൾ നടക്കുന്നുണ്ട്. കെ ടി ജലീൽ അതിൽ പറയുന്നത് ഇസ്ലാം മത വിദ്യാഭ്യാസവും മദ്രസ വിദ്യാഭ്യാസവും നേടിയ ആളുകളാണ് കൂടുതൽ ലഹരിക്കടത്ത്, സ്വർണ്ണക്കടത്ത് പോലുള്ള പ്രവർത്തികളിൽ ഏർപ്പെടുന്നതെന്ന്. ഇതിനെക്കുറിച്ച് സാറിൻ്റെ അഭിപ്രായം എന്താണ്? കെ ടി ജലീൽ ഇതിനു മുൻപ് തന്നെ ഒരു തവണ ഈ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് ഇതേപോലെ തന്നെ ഒരു അഭിപ്രായം പറഞ്ഞിരുന്നു. അന്ന് പക്ഷേ ഞാൻ വീഡിയോ ചെയ്ത് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. കെ ടി ജലീൽ പറഞ്ഞ പോലെ മറ്റേ മതപുരോഹിതർ പറഞ്ഞിട്ടല്ല ഇത് ഒഴിവാക്കേണ്ടത്, പകരം ഇന്ത്യൻ നിയമം അനുസരിച്ച് തന്നെ അതെല്ലാം പിടിക്കപ്പെടേണ്ടതാണ് എന്നുള്ളത് ഞാൻ പറഞ്ഞിരുന്നു സ്വർണ്ണക്കള്ളക്കടത്തിൻ്റെ കാര്യത്തിൽ. പക്ഷെ അത് പറയുമ്പോഴും ഞാൻ പറയാതെ വിട്ടുപോയൊരു കാര്യം, കെ ടി ജലീൽ പറഞ്ഞതിനകത്ത് ശരിയുണ്ട് എന്നുള്ളതാണ്. നമ്മൾ പലപ്പോഴും കൃത്യമായൊന്ന് ആലോചിച്ച് നോക്കണം. അതായത് നമ്മുടെ മതപരമായിട്ടുള്ള, മതമെന്ന് പറഞ്ഞാൽ തന്നെ ഏതാണ്ട് ഒരു കുറച്ച് മൂല്യങ്ങളാണല്ലോ ഈ മതമായി ആളുകൾ കരുതുന്നത്. അപ്പോൾ അത് മതപരമായ ഈ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടായിരിക്കണം ഒരു മതവിശ്വാസി അവൻ്റെ ജീവിതത്തിൽ അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ എന്നുള്ളതാണ് എല്ലാ മതങ്ങളും ആവശ്യപ്പെടുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കെ ടി ജലീൽ ഒന്ന് ഉയർത്തിയതൊരു വലിയ ചോദ്യമാണ്. ഇതൊക്കെ നിയമപരമായി പിടിക്കപ്പെടേണ്ടതാണ്, കേരള ഗവൺമെൻറ്റുകൾ നടപടികൾ എടുക്കേണ്ടതാണ് എന്നുള്ള കാര്യത്തിലൊന്നും ഒരു സംശയമില്ല. പക്ഷെ അപ്പോൾ പോലും മുസ്ലിം മതവിദ്യാഭ്യാസം എന്ന് പറയുന്നത് അത് ഏതാണ്ട് 99.9% പേരും ഇന്ന് നമ്മുടെ കേരളത്തിൽ എടുക്കുന്നൊരു കാര്യമാണ് മദ്രസ വിദ്യാഭ്യാസം. ആ മദ്രസ വിദ്യാഭ്യാസം കിട്ടുന്നവരിൽ കെ ടി ജലീൽ പറയുന്ന അദ്ദേഹം നടത്തിയിട്ടുള്ള പഠനത്തിൽ MDMA കൈവശം വെച്ച് പിടിയിലാകുന്നവരിലും അതുപോലെ തന്നെ സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തുന്നവരിലുമൊക്കെ ഇവരെ കൂടുതലായിട്ട് എങ്ങനെ ഉണ്ടാകുന്നു എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. അതിലത്തൊരു ചോദ്യം കൂടി അദ്ദേഹം ചോദിക്കുന്നുണ്ട്. ആ ചോദ്യം, ഹിന്ദുക്കൾ എന്ന് പറയുന്ന ഹിന്ദു മതവിഭാഗത്തിൽ അങ്ങനെ ഒരു പുരോഹിതനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആരെങ്കിലുമോ ഒരു ഹിന്ദു കുട്ടികളോടും നീ കളവ് പറയരുത്, നീ മോഷ്ടിക്കരുത്, നീ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത്, നിനക്ക് മദ്യപിക്കരുത് എന്നുള്ള ഉപദേശങ്ങളൊന്നും നൽകുന്നില്ല. പക്ഷെ എന്നിട്ടും അവരൊന്നും ഇത്തരം രീതികളിലേക്ക് പോകാതെ ഈ മദ്രസ വിദ്യാഭ്യാസത്തിൽ വളരെ കൃത്യമായി ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടും ഇത് എന്തുകൊണ്ടാണ് ഈ കുട്ടികൾ പോകുന്നത് എന്ന് അന്വേഷിക്കപ്പെടേണ്ടതാണ്. ഒരു സംശയവുമില്ല, മദ്രസ വിദ്യാഭ്യാസത്തിൽ എന്താണ് പഠിപ്പിക്കുന്നത്, എന്താണ് അവരിലേക്ക് കൊടുക്കുന്നത്, അതിൽ നിന്ന് എന്താണ് നെറ്റ് എഫക്റ്റ് അവർ പഠിക്കുന്നത് എന്നൊക്കെയുള്ളത് വലിയ ചോദ്യങ്ങളാണ്. അത് യഥാർത്ഥത്തിൽ മറ്റേതെങ്കിലും മതത്തിലുള്ള ഏതെങ്കിലും ആളുകൾ പറഞ്ഞെന്തെങ്കിലും ഒരു പ്രശ്നമാകുമായിരുന്നു. പക്ഷേ കെ ടി ജലീൽ പറഞ്ഞതുകൊണ്ട് അത്ര വലിയ പ്രശ്നമാവില്ല. പക്ഷെ അത് വലിയ തോതിൽ കെ ടി ജലീൽ പറഞ്ഞ കാര്യം സത്യമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് തീർച്ചയായും ആ മതപുരോഹിതന്മാരും ഈ മദ്രസ വിദ്യാഭ്യാസം കൊടുക്കുന്നവരൊക്കെ ആലോചിക്കേണ്ടതാണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. പിന്നെ ഞാൻ കൃത്യമായിട്ട് നിങ്ങളോടൊരു കാര്യം പറഞ്ഞോട്ടെ. എൻ്റെ അഭിപ്രായത്തിൽ ഒരു മതവും ഈ പറയുന്ന കുട്ടികളെ ഒരു 1-ാം ക്ലാസ് മുതലോ 4-ാം ക്ലാസ് മുതലോ 10-ാം ക്ലാസ് മുതലോ ഒന്നും പഠിപ്പിക്കേണ്ടതില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പകരം അവർക്ക് വീടുകളിൽ മാതാപിതാക്കൾ വേണമെങ്കിൽ പഠിപ്പിച്ചുകൊണ്ട്, അല്ലാതെ ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസമൊന്നും ഒരു മതത്തിനും കൊടുക്കേണ്ടതില്ല എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. അതിന് ചില കാരണങ്ങളുണ്ട്. കാരണം ഈ പറയുന്ന മതത്തിൻ്റെ സത്മൂല്യങ്ങൾ അതൊന്നും അവരിലേക്ക് പകർത്താതിരിക്കുകയും പലപ്പോഴും അതിനേക്കാൾ ഉപരി നമ്മൾ എന്ന് പറയുന്ന, അതായത് അല്ലെങ്കിൽ ഞങ്ങൾ എന്ന് പറയുന്ന ഒരു വിഭാഗീയത, അവർ എന്ന് പറയുന്ന ഒരു വിഭാഗീയത ഇതിലേക്ക് കൂടുതലായി കടത്തിവിടുകയും ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ എവിടെയും കണ്ടിട്ടുള്ളത്. ഇപ്പോൾ വലിയ അതിശയകരമായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ സൗദി അറേബ്യയിൽ ഒരു സ്കൂൾ കെട്ടിടത്തിന് തീ പിടിച്ചപ്പോൾ അവിടെ നിന്നുള്ള കുട്ടികൾ ആ തീ ഇട്ട് കണ്ടിട്ട് അവർ പേടിച്ചിറങ്ങി പുറത്തേക്ക് ഓടുമ്പോൾ അവിടുത്തെ പോലീസുകാർ വന്ന് തടഞ്ഞു. അതിൻ്റെ കാര്യം അവർ ശിരോവസ്ത്രം ഇട്ടിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ ഇത്തരത്തിൽ പല വലിയ കടുത്ത അനീതികളും ഈ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട്, ലോകത്ത് തന്നെ നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്കറിയാം അഫ്ഗാനിസ്ഥാൻ്റെയും പാകിസ്ഥാൻ്റെയും ഒക്കെ ബൗണ്ടറികളിൽ മദ്രസകൾ എന്തിനു വേണ്ടി ഉപയോഗിച്ചു എന്നുള്ളതൊക്കെ നമ്മൾ ചരിത്രപരമായി തന്നെ പഠിക്കേണ്ടതാണ്. അവിടെ നിന്ന് എങ്ങനെയാണ് ഈ താലിബാനിലേക്കുള്ള ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരുന്നത് എന്നൊക്കെയുള്ളത് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ എങ്ങനെയാണ് അവിടെ നിന്ന് വീണ്ടും കുറേ കൂടി തീവ്രമായിട്ടുള്ള ISIS ഖൊറാസാൻ വന്നത് എന്നുള്ളത് പഠിക്കേണ്ട കാര്യമാണ്. ഞാൻ പറഞ്ഞത് ഇത്തരത്തിലുള്ള മതപരമായ വിദ്യാഭ്യാസങ്ങളുടെ ആകത്തുക എന്താണ് എന്നുള്ളത് നമ്മൾ പരിശോധിക്കണം. അത് കെ ടി ജലീൽ പറഞ്ഞ ഒരു കാര്യം. ഇനി ഞാൻ മറ്റൊരു കാര്യം കൂടി എനിക്ക് നിങ്ങളോട് ചോദിക്കാനുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് തന്നെ. ഏതെങ്കിലും മതം വളരെ കൃത്യമായി നിലപാടുകൾ എടുക്കാറുണ്ടോ ഈ പറയുന്ന ആ മതത്തിലുള്ള നേതാക്കന്മാർ ചെയ്യുന്ന തെറ്റുകൾക്കെതിരെ? ഞാൻ വളരെ കൃത്യമായി ചോദിക്കുന്നു. അതായത് ഐസ്ക്രീം പാർലർ പെൺവാണിഭ കേസിൽ PK കുഞ്ഞാലിക്കുട്ടി പെട്ടപ്പോൾ മതമേലധ്യക്ഷന്മാർ അല്ലെങ്കിൽ മതപരമായി ഈ പറയുന്ന പുരോഹിതന്മാർ എന്ത് നിലപാടാണ് എടുത്തത്?
കെ കുഞ്ഞാലിക്കുട്ടി താങ്കൾ ചെയ്തത് തെറ്റാണ് എന്ന് പറയാനുള്ള ഏതെങ്കിലും ആർജവം കാണിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ഇനി ക്രിസ്ത്യൻ സഭയിലേക്ക് നമുക്ക് വരാം. ക്രിസ്ത്യൻ സഭയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അഭയ കൊല്ലപ്പെട്ടു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാലോ. ആ അഭയ കൊല്ലപ്പെട്ടിട്ടും ഈ പറയുന്ന കുറ്റവാളികളായ ആളുകൾക്ക് വേണ്ടിയല്ലേ മൗനജാഥയും പ്രകടനവും നടത്തിയത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അഭയ വേറെ ഏതെങ്കിലും സഭയിലുള്ളതല്ല, സ്വന്തം സഭയിലെ ഏറ്റവും താഴ്ന്ന സാധാരണ ഒരു കന്യാസ്ത്രീ ആയിരുന്നു അവർ എന്ന് നിങ്ങൾ ആലോചിക്കണം. അപ്പോൾ അത്തരത്തിലുള്ള ആളുകളോടൊപ്പം ഈ നമ്മുടെ സഭയിലെയും അല്ലെങ്കിൽ മതങ്ങളിലെയും ഒക്കെ മഹാഭൂരിപക്ഷം വിശ്വാസികളും നിൽക്കാത്തത് എന്താണ് എന്ന് ചോദിച്ചാൽ ഒരൊറ്റ ഉത്തരവേ ഉള്ളൂ. ഈ പറയുന്ന മതത്തിൻ്റെ മൂല്യങ്ങളല്ല അവരെ പഠിപ്പിക്കുന്നത്, പകരം താൽക്കാലികമായ പ്രാക്ടിക്കലി നിന്ന് പോകണമെങ്കിൽ പ്രായോഗികമായി ഈ സഭാ നേതൃത്വങ്ങളോടും പുരോഹിതന്മാരോടും ആളുകളോടുമൊക്കെ ചേർന്ന് നിൽക്കണം എന്നുള്ളതാണ്. അതായത് ഇതൊക്കെ പലപ്പോഴും ഈ പറയുന്ന മതത്തിൻ്റെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ആളുകളെക്കാൾ കൂടുതൽ ഇത് അവരുടെ സ്വത്തുവകകളും അതുപോലെ തന്നെ അവരുടെ സൗകര്യങ്ങളുമൊക്കെ സംരക്ഷിക്കാനുള്ള ഒരു പരിപാടിയായി മാറിയിരിക്കുന്നു. ഇനി ഞാൻ ഇത്രയും പറഞ്ഞു കഴിയുമ്പോൾ ആളുകൾക്ക് തോന്നും ഇതിപ്പോൾ ഇയാൾ മുസ്ലിം സമുദായത്തെക്കുറിച്ച് പറഞ്ഞു, ക്രിസ്ത്യൻ സമുദായത്തെക്കുറിച്ച് പറഞ്ഞു, മറ്റ് ഹിന്ദു സമുദായത്തിലും അങ്ങനെ തന്നെയാണ്. ഹിന്ദു സമുദായത്തിലും നമ്മൾ പലപ്പോഴും തെറ്റുകൾക്കെതിരെ ആളുകൾ എന്തുകൊണ്ടാണ് വലിയ തോതിൽ വിമർശനമായി വരാത്തത് എന്ന് ചോദിച്ചാൽ, പകരം ദൈവത്തിൻ്റെ ഭയത്തേക്കാൾ കൂടുതൽ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, ഇത്തരത്തിൽ മതപരമായ സംഘടനാപരമായ വലിയ തോതിൽ അധികാരവുമായി ചേർന്ന് നിൽക്കുന്ന ആളുകളെ ഭയന്നുകൊണ്ടാണ്, അല്ലെങ്കിൽ അവരോട് സമരസപ്പെട്ടുകൊണ്ടാണ് മഹാഭൂരിപക്ഷം അനുയായികളും ഏത് മതത്തിലാണെങ്കിലും ജീവിക്കുന്നത്. പകരം ദൈവമുണ്ട് എന്ന് പറയുന്ന ഉറച്ച വിശ്വാസം പോലും ഉണ്ട് എന്നെനിക്ക് തോന്നിയിട്ടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അനീതികൾക്കെതിരെ അതിശക്തിയുക്തം ഇവരൊക്കെ പോരാടേണ്ടതാണ്. അത് എല്ലാ സമുദായങ്ങളുടെ കാര്യത്തിലും അങ്ങനെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. അത് സിഖ് മുതൽ ഹിന്ദു മുതൽ ക്രിസ്ത്യൻ മുതൽ മുസ്ലിം മുതൽ ജൈനൻ മുതൽ പാഴ്സി മുതലുള്ള നിരവധി സമുദായങ്ങൾ എടുത്തു വെച്ചാലും അങ്ങനെ അവരുടെ അണികൾ പെരുമാറാറില്ല എന്നുള്ളത് വാസ്തവമാണ്. KT ജലീൽ പറഞ്ഞത് അതുകൊണ്ട് 100% സത്യമാണ്. ഞാൻ KT ജലീലിനെ വളരെ 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 ശക്തിയായി വിമർശിച്ചിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ പല കുത്തിത്തിരിപ്പൻ നിലപാടുകളോടും ഒട്ടും ആത്മാർത്ഥതയില്ലാത്ത പല നടപടികളോടും. പക്ഷേ ഇത് ഞാൻ വിചാരിക്കുന്നത് അദ്ദേഹം പറഞ്ഞത് അക്ഷരം പ്രതി ശരിയായിട്ടുള്ളൊരു കാര്യമാണ്. സാർ, KT ജലീലിൻ്റെ വിമർശനം ഒരു ആരോഗ്യപരമായ വിമർശനം എന്ന കണക്കിലെടുത്തുകൊണ്ട് ഇതിനെതിരെ മതസംഘടനകൾ ഇറങ്ങി പ്രവർത്തിക്കുന്നു? ഒരിക്കലുമില്ല, ഞാനങ്ങനെ വിചാരിക്കുന്നേയില്ല. കാരണം അങ്ങനെ ഇവർ പ്രവർത്തിക്കാൻ തുടങ്ങുമെന്ന് വിചാരിക്കണമെങ്കിൽ നമ്മൾ ആദ്യം ഒരു ചെറിയ തെറ്റിദ്ധാരണ നമുക്കുണ്ടാക്കണം. അത് ഇതൊന്നും അവർക്കറിയാത്തതാണ്. ഇപ്പോൾ KT ജലീൽ പറയുമ്പോൾ പുതിയതായി കേൾക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ ശരി, ഇതൊക്കെ ശരിയാണല്ലോ, ഞങ്ങൾ ആലോചിച്ചില്ലല്ലോ, അപ്പോൾ ഞങ്ങൾ തിരുത്തിയേക്കാമെന്ന് പറഞ്ഞ് പോകുന്നു എന്നുണ്ടെങ്കിൽ താങ്കൾ പറഞ്ഞ ഷിബിലി പറഞ്ഞത് കറക്റ്റായിരിക്കും, ഇല്ലേ? സാധാരണ ഇപ്പോൾ എൻ്റെ ഒരു തെറ്റ് തന്നെ ഒരാൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ എനിക്കത് വ്യക്തമായി ബോധ്യമില്ലാത്തൊരു തെറ്റാണെങ്കിലല്ലേ ഷിബിലി ഞാൻ തിരുത്തുള്ളൂ. ഇതങ്ങനെയല്ല ഷിബിലി. ഇത് കൃത്യമായി പറഞ്ഞാൽ, ഇത് വളരെ വ്യക്തവും കൃത്യവുമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഉറപ്പായും ഞാൻ പറയുന്നു, താങ്കൾക്കൊക്കെ തന്നെ, താങ്കൾ മദ്രസ വിദ്യാഭ്യാസം കഴിഞ്ഞിട്ടാണ്, താങ്കൾക്കൊക്കെ തന്നെ അറിയാം ഈ ചോദ്യത്തിൽ കാര്യമുണ്ടെന്ന് പറഞ്ഞാൽ ഇതിൽ പ്രധാനപ്പെട്ട കാര്യം ഇതെല്ലാം ഇവർക്കും അറിവുള്ള കാര്യമാണ്. അതുകൊണ്ട് നാളെ KT ജലീൽ പറഞ്ഞു എന്നാൽ ഞങ്ങളങ്ങോട്ട് തിരുത്തിക്കളയാമെന്ന് ഇവർ വിചാരിക്കാൻ പോകുന്നില്ല. പകരം KT ജലീലിലെ ഒരു ശത്രുവായി അവർ കാണും എന്നുള്ളത് മാത്രമേ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കാനുള്ളൂ. ഇനി ഒരു കാര്യം കൂടി പറയാം. KT ജലീൽ ഇപ്പോൾ എന്തുകൊണ്ട് ഇത് പറയണമെന്ന് കൂടി നിങ്ങൾക്കറിയാമോ? KT ജലീൽ ഇനി മുതൽ ഇലക്ഷന് മത്സരിക്കുന്നില്ല. ഇലക്ഷന് മത്സരിക്കുമായിരുന്നുവെങ്കിൽ ഈ സത്യങ്ങളൊന്നും പറയാൻ കഴിയില്ല. പകരം കിട്ടുന്ന ആളുകളിലേക്ക് വോട്ട് പോരട്ടെ എന്ന് വിചാരിക്കേണ്ടി വരും. അങ്ങനെയൊന്നും ഒരു താല്പര്യവും ഇനി ഇല്ലാത്തത് കൊണ്ടാണ്. അദ്ദേഹത്തിൻ്റെ മക്കളൊക്കെ പഠിച്ച് വലിയ ഉദ്യോഗസ്ഥത്തിലാണ്, ഞാൻ വിചാരിക്കുന്നവരൊക്കെ വിദേശത്താണ്. അങ്ങനെയൊക്കെ ആയതുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ കുറച്ചുകൂടി സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു വഴികളിലൂടെ ഇനിയുള്ള കാലത്ത് സഞ്ചരിക്കാമെന്ന് വിചാരിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹം ഇനി MLA ആകാൻ അവിടെ മത്സരിക്കാനില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് ഭൗതികമായിട്ട് എന്തെങ്കിലും നേട്ടങ്ങൾ കിട്ടാനില്ല. 4 വോട്ടുകൾക്ക് വേണ്ടി കള്ളം പറയേണ്ട കാര്യമില്ല. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് KT ജലീൽ വളരെ കൃത്യമായിട്ടുള്ള ഈ വിമർശനം ഉന്നയിക്കുന്നത്. ഇനി KT ജലീൽ ഉന്നയിച്ച മറ്റൊരു കാര്യം കൂടി ഉണ്ട്, അതും കൂടി കേൾക്കണം. KT ജലീൽ പറയുന്നത് 12-12.5 കൊല്ലം ഞാൻ ഒരു അധ്യാപകനായിരുന്നു കോളേജിൽ എന്നാണ്. അധ്യാപകരെ ബഹുമാനിക്കുന്നത് ആരാണ് എന്നുകൂടി അദ്ദേഹം ചോദിക്കുന്നുണ്ട്. അത് ഏത് മതവിഭാഗത്തിൽപ്പെട്ടവരാണ് ബഹുമാനക്കുറവ് കാണിക്കുന്നത്, ബഹുമാനം കൂടുതൽ കാണിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം അത്തരത്തിൽ എന്ത് വിദ്യാഭ്യാസമാണ് ഈ മദ്രസകൾ കൊടുക്കുന്നത് എന്ന് അദ്ദേഹം ചോദിക്കുന്നതിനെ കൃത്യമായി ആ സമുദായമെങ്കിലും വിലയിരുത്തേണ്ടതാണ്. ആ സമുദായത്തിന് ഈ പറയുന്ന പുഴുക്കുത്തുകൾ മാറ്റണമെങ്കിൽ. പക്ഷെ അത് സംഭവിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നതേയില്ല.
കാരണം അങ്ങനെയാണ് നമ്മുടെയൊക്കെ മതങ്ങളുടെ ഒരു സെറ്റപ്പ്.